ഇത്രയും അഫോർഡബിൾ ആയിട്ട് IMX890 കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായി നിങ്ങൾക്ക്? ബട്ട് ദിസ് OnePlus Nord ക്യാൻ. യെസ്, ഇപ്പൊ ഇരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള OnePlus Nord C3 5G ആണ്. ആൻഡ് ഇത് നമ്മുടെ ഒപ്പോയുടെ Reno 10 Pro Plus ആണ്. ഇതിന്റെ മെയിൻ ക്യാമറ സെൻസർ എന്ന് വെച്ചാൽ സോണിയുടെ IMX890 ആണ്. ഇനി ഇതിന്റെ പ്രൈസിങ് 55,000 രൂപ. അതിന്റെ വെറും പകുതി വിലയുള്ള OnePlusന്റെ Nord C3 5G ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ സെയിം എക്സാക്ട് സോണി IMX890. നമ്മുടെ നേരത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ IMX766, ആ ഒരു അത്രയ്ക്ക് റിലയബിലിറ്റി ഉള്ള അനദർ ഒരു ക്യാമറ സെൻസറാണ് സോണി IMX890. എസ്പെഷ്യലി നത്തിങ് ഫോൺ 2, IQ Neo 7 Pro, OnePlusന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Nord 3 വരെ യൂസ് ചെയ്യുന്ന സെയിം സെൻസർ അറ്റ് ദിസ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ OnePlus കൊണ്ടുവരും. ദാറ്റ്സ് ദ മെയിൻ തീം ഹൈലൈറ്റ് ഓഫ് ദിസ് OnePlus Nord C3. നെക്സ്റ്റ് നമ്മൾ OnePlus Nord 3 ആയിട്ട് കമ്പയർ ചെയ്താൽ 33,999 പ്രൈസ് വരുന്നത്. പക്ഷേ ഇതൊരു അഗ്രസീവ് പ്രൈസ് വെച്ചാൽ 29,999 ഒരു അഗ്രസീവ് പ്രൈസിങ് ഞാൻ പറയും. നമ്മൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് Nord 3 വേഴ്സസ് നമ്മുടെ Nord C3 നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് മനസ്സിലാവുമല്ലോ ഏതാണ് Nord 3 ഏതാണ് Nord C3. അതിന്റെ ഒറ്റ ഡിഫറൻസ് വെച്ചാൽ നമ്മുടെ OnePlus Nord 3ക്ക് അലേർട്ട് സ്ലൈഡർ, ദാറ്റ് മീൻസ് റിംഗ് സൈലന്റ് വൈബ്രേറ്റിന്റെ അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ Nord C3ക്ക് അലേർട്ട് സ്ലൈഡർ വരുന്നില്ല. ആൻഡ് നിങ്ങൾ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ എക്സാക്ട് സെയിം ക്യാമറാസ്, രണ്ടുപേരുടെ 50 MB സോണി IMX890, രണ്ടുപേർക്ക് ഒരു 8 MB അൾട്രാ വൈഡ്, പിന്നെ ഒരു ജസ്റ്റ് ഒരു പേരിന് 2 MB മാക്രോ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടിനും 16 MB സെൽഫി ക്യാമറ. ആൻഡ് ഇതിനകത്ത് Nord 3ക്ക് ഡയമൻസിറ്റി 9000 ISP ആയിരുന്നു, ഒരു കേപ്പബിലിറ്റി എക്സ്ട്രാ ഉണ്ട്. 4K at 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് 4K at 30 പറ്റുള്ളൂ. ഓക്കെ, പിന്നെ രണ്ടിനും റിയർ ക്യാമറയ്ക്ക് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഈവൻ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ. Go. Snapdragon 782Gയുടെ ISP ആണ് വരുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു മൈനർ എഡ്ജ് ഉണ്ട് നമ്മുടെ ഡയമൻസിറ്റി 9000 ISP. ഇപ്പൊ നോക്കിയറിയാം ഈ ഒരു പിക്കിന്റെ ഈ ഒരു ഏരിയാസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം വിസിബിളും പക്കയാണ് നമ്മുടെ OnePlus Nord 3. ആൻഡ് OnePlus Nord C3 നോക്കി കഴിഞ്ഞാൽ ആ ഏരിയാസ് ഓൾമോസ്റ്റ് ഡാർക്ക് ആണ്. നോക്കിയറിയാം ക്ലോസർ ലുക്ക് നോക്കിയറിയാം, കുറച്ചൊരു ഉണ്ട്, നല്ല രീതിയിൽ വിസിബിലിറ്റി ഉണ്ട് നമ്മുടെ Nord 3. നെക്സ്റ്റ് ഇത് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം നമുക്ക് നോക്കിയറിയാം രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം സ്ലൈറ്റ്ലി ബെറ്റർ എന്നൊന്നും പറയാനില്ല. നെക്സ്റ്റ് അനദർ ഷോട്ട്. ഓക്കെ, ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രണ്ടും എടുത്തിട്ടുണ്ട്, ഒന്നും ബാഡ് പറയാനുള്ളതല്ല, രണ്ടും പക്ക. നെക്സ്റ്റ് ഷോട്ട്. ആൻഡ് സെയിം ടു സെയിം ആണ്. ഈ ഷോട്ട്സിൽ നിന്നും വലിയൊരു ഡിഫറൻസ് പറയാനില്ല, രണ്ടും സെയിം ടു സെയിം ആണ്. നെക്സ്റ്റ്. ഓക്കെ, അഗെയിൻ സെയിം ടു സെയിം, നോ ഡിഫറൻസ്. മിക്ക ഷോട്ട്സും ഓൾമോസ്റ്റ് സെയിം ആണ്. ക്ലാരിറ്റി, ഡീറ്റെയിൽസ് ആയാലും, പിന്നെ ഒരു ലൈറ്റ് എഡ്ജ് നമുക്ക് വേണമെങ്കിൽ ചില സിനാരിയോസിൽ ISPയുടെ ഒരു പ്രോസസിങ് ചെയ്യുന്ന അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈറ്റ് ആയിട്ട് എഡ്ജ് എന്ന് പറയാനില്ല, 1 or 2% മാത്രം Nord 3, ബട്ട് ആക്ച്വലി അത് സ്കിപ്പ് ചെയ്യാവുന്ന ഏരിയയാണ്. നെക്സ്റ്റ് മാക്രോ ഷോട്ട്സ്. ആൻഡ് അതുപോലെ തന്നെ രണ്ടും ഇച്ചിരി നല്ലതാണ്. ആൻഡ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഈ എഡ്ജസും ആ ഒരു ലീഫിന്റെ ഡീറ്റെയിലും ഒക്കെ കീപ്പ് ചെയ്യണത് Nord 3 ആണ്. നെക്സ്റ്റ് നമ്മുടെ ഹൈ റെസൊല്യൂഷൻ ഷോട്ടാണ്. ആൻഡ് രണ്ടും അത്യാവശ്യം ക്രിസ്പ് ഡീറ്റെയിൽ ആണ്. കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് Nord C3 ആണ്. ഓക്കെ, ആൻഡ് അനദർ നമ്മുടെ റിയർ ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ടോ രണ്ടിനും അൾട്രാ സ്റ്റഡി എന്നുകൊണ്ട് മോഡുണ്ട് കണ്ടോ. ഇവിടെ ഇച്ചിരിയും കൂടെ സ്റ്റേബിൾ ആയിട്ട് OnePlus Nord 3 ആണ്. C3യിൽ ഒരു ലൈറ്റ് ഷേക്ക് നമുക്ക് കാണാൻ പറ്റും, കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് OnePlus Nord 3 ആണ്, ഒരു ലൈറ്റ് എഡ്ജ്. ആൻഡ് നെക്സ്റ്റ് ഫ്രണ്ട് ക്യാമറ, രണ്ടും ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ് ഫീൽ ചെയ്തത് എനിക്ക്, നോട്ട് എ ബിഗ് ഡിഫറൻസ്. റിയർ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയുടെ പോർട്രേറ്റ്സ് ആയാലും രണ്ടും സെയിം ടു സെയിം ഡിറ്റോ. നെക്സ്റ്റ് നമ്മുടെ പോർട്രേറ്റ് ഷോട്ട്സ്. ആൻഡ് ഇവിടെ ഒരു ലൈറ്റ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഫേസ് രണ്ടും ശ്രദ്ധിച്ചറിയാം, കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫേസിന്റെ ആ ടോണും കളറൊക്കെ മാനേജ് ചെയ്തേക്കണേ Nord 3 ആണ്. Nord C3 ഇച്ചിരി ഡൾ ആ കളഞ്ഞിട്ടുണ്ട്. എൻ്റെ റേറ്റ് കുറച്ച് ഡള്ളാണ് Nord C3. ആൻഡ് കണ്ടോ. ആൻഡ് നെക്സ്റ്റ് ഒരു ഷോട്ട് നോക്കി അറിയാം കണ്ടോ, ഇതിന്റെ ഫേസ് ഡീറ്റെയിലിങ്സ് രണ്ടും നോക്കി കുറച്ച് ഡൾ ആയി പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സിനാരിയോസിൽ നോയിസ് റിഡക്ഷൻ ഇച്ചിരി ഷോക്കാണ് C3യുടെ ചെയ്തേക്കണേ. ISPയുടെ ആണ്. സോ ഇവിടെ ഡയമൻസിറ്റി 9000 ISP കുറച്ചും അടിപൊളിയായിട്ട് നോയിസ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഫേസ് ഡീറ്റെയിലിങ്ങും എൻറ്റയർലി ഇച്ചിരി കൂടെ ഒരു ലൈറ്റ് അപ്പ് ചെയ്തേക്കുന്ന സിനാരിയോ എനിക്ക് Nord 3 ആണ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ് കാണാൻ ഒറ്റയടിക്ക് നോക്കി ഒരുപോലെ ഉണ്ടെങ്കിലും പക്ഷെ ഡിഫറൻസ് ഉണ്ട് സ്പെക്കിൽ. ഇതുണ്ടല്ലോ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ദാറ്റ് മീൻസ്
ഫുൾ എച്ച് ഡി അല്ല, ക്വാഡ് എച്ച് ഡി, ഇൻ ബിറ്റ്വീൻ ഒരു ഡിസ്പ്ലേ ആണ് ഫുൾ എച്ച് ഡി പ്ലസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇതിനകത്ത്. സോ കുറച്ചും കൂടെ റെസൊല്യൂഷൻ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ കുറച്ചുകൂടെ PPI കൂടുതലുണ്ട്. ആൻഡ് ഇത് ജസ്റ്റ് ഒരു ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ OnePlus Nord 3, ഇതാണ് നമ്മുടെ Nord C3. ആൻഡ് നമ്മുടെ Nord 3യിൽ എക്സ്ട്രാ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നത്. ഒന്ന് ഇമേജ് ഷാർപ്പനർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ലോ ക്വാളിറ്റി ഇമേജസ് ആൻഡ് വീഡിയോസ് എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കിട്ടുന്നത്. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കളർ ബൂസ്റ്റിന് ഓപ്ഷൻ കിട്ടുന്നത്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡൈനാമിക് റേഞ്ചിന് ഹൈ ഡൈനാമിക് റേഞ്ച് ആക്കുന്ന ഒരു ഓപ്ഷനാണ്. ആൻഡ് ദെൻ ഫോർ ദ ഫൈനൽ ബ്രൈറ്റ് HDR വീഡിയോ മോഡ്. ഈ ഒരു ഒറ്റ മോഡ് മാത്രമാണ് നമുക്ക് Nord C3യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ഇമേജ് ഷാർപ്പനറും വീഡിയോ കളർ ബൂസ്റ്റിനുള്ള മോഡ്സ് അവൈലബിൾ അല്ല. സോ നമുക്ക് ഈ ഒരു മോഡ് ഇട്ട് along with full brightness ആക്കിയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഇതാണ് OnePlus Nord 3 ആൻഡ് ഇതാണ് നമ്മുടെ OnePlus Nord C3. ആക്ച്വലി OnePlus Nord 3 ഉണ്ടല്ലോ 1240x2772 പിക്സൽസ്. ദാറ്റ് മീൻസ് ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ആണ് നമുക്ക് റെസൊല്യൂഷൻ, അതായത് 451 PPI ഉണ്ട്. വേറെ നമ്മുടെ OnePlus Nord C3 394 PPI 1080x2412 പിക്സൽസ് ആണ്. ആൻഡ് കളേഴ്സ് നോക്കി അറിയാം, നല്ല ഷാർപ്പ് ആൻഡ് വൈബ്രന്റ് ആണ് നമ്മുടെ Nord 3യുടെ കളേഴ്സ്. സോ നമ്മൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ OnePlus Nord C3 ഡിസ്പ്ലേ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ കുറച്ചും കൂടെ അടിപൊളിയായിട്ടൊരു സാച്ചുറേഷൻ ലെവൽസും ഇച്ചിരി കോൺട്രാസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന OnePlus Nord 3 ആണ്. നോട്ട് എ ബിഗ് ഡിഫറൻസ്, അപ്രോക്സിമേറ്റ്ലി 3 to 4% സ്ലൈറ്റ്ലി ബെറ്റർ നമ്മുടെ OnePlus Nord 3 ആണ്. നെക്സ്റ്റ് നമ്മുടെ സ്പീക്കേഴ്സ് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ OnePlus Nord 3 okay, OnePlus Nord C3 സെയിം ആയിട്ട് ഡിറ്റോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ചെറിയ മൈൻഡ് ഡിഫറൻസ് പോലും ഒറ്റയടിക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു രണ്ടുപേരുടെയും സ്റ്റീരിയോ എഫക്റ്റ്, ലൗഡ്നെസ് എല്ലാം ഓവറോൾ നോക്കുമ്പോൾ രണ്ടും സെയിം ടു സെയിം ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് തിങ് വെച്ച് കഴിഞ്ഞാൽ OnePlus Nord C3 ഈ ഒരു പ്രൈസിങ് വെച്ചിട്ട് അടിപൊളിയാന്ന് പറയാം. Nord 3 ജസ്റ്റ് ഓക്കെ പറയാം, കാരണം 34K വരുന്നുണ്ട് പ്രൈസിങ്. സോ ജസ്റ്റ് ഓക്കെ, ബട്ട് ദിസ് ഈസ് റിയലി വർത്ത് ഇറ്റ്. പെർഫോമൻസ് Dimensity 9000 വേഴ്സസ് നമ്മുടെ സ്നാപ്ഡ്രാഗണിന്റെ 782G ആണ്. ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് ചിപ്പാണ് ആൻഡ് ഇതൊരു അപ്പർ മിഡ് റേഞ്ച് ചിപ്പാണ്. സോ അപ്രോക്സിമേറ്റ് ഇതിന്റെ അഡോബ് കോഴ്സ് 10 lakh ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതിന്റെ അഡോബ് കോഴ്സ് ജസ്റ്റ് 7 lakh ആണ് വന്നിരിക്കുന്നത്. സോ പ്രോപ്പർ ഗെയിമിംഗ് സെൻട്രിക് ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി Nord 3 ആയിരിക്കും ഒരു ലൈറ്റ് അഡ്വാൻറ്റേജ്. പക്ഷേ ഈ ഒരു സെഗ്മെന്റിൽ ഗെയിം നിങ്ങൾ നോക്കുന്നില്ല, ഒരു ജസ്റ്റ് ഒരു ആവറേജ് ഗെയിമർ ഒക്കെ ആണെങ്കിൽ ദിസ് വുഡ് ബി ജസ്റ്റ് ഓക്കെ ഫോർ യു എന്ന് ഞാൻ പറയും. ആൻഡ് ഈ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം ഇത് എടുക്കാനുള്ള ഒരു വെർത്തും Dimensity 9000 നൽകുന്നില്ല. സോ ഇൻ കേസ് ഇഫ് യു ആർ ലുക്കിംഗ് ടു ഗെയിമിംഗ്, യു ക്യാൻ പിക്ക് ദ IQ Neo 7 Pro, else you can directly pick this guy for the value for money that this is providing. Okay, നെക്സ്റ്റ് ഒരു സർപ്രൈസിങ് ഫാക്ടർ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ Nord 3യും ഇത് നമ്മുടെ Nord C3 ആണ്. പക്ഷെ ഇതിന്റെ ഒരു സ്റ്റോറേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ Nord C3ക്കാണ് Nord 3നേക്കാളും, ദാറ്റ് മീൻസ് നമ്മുടെ റാൻഡം ആക്സസ് സ്പീഡ്, റൈറ്റ് സ്പീഡ് ഒക്കെ കൂടുതൽ വന്നത്. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് കോഴ്സ്. സോ യു ക്യാൻ സി നമ്മുടെ OnePlus Nord 3 എന്ന് വെച്ചാൽ 51K ആണെങ്കിൽ നമ്മുടെ OnePlus Nord C3 61K. നെക്സ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഫേസ് റെക്കഗ്നിഷൻ നോക്കാം. ഫസ്റ്റ് നമ്മുടെ OnePlus Nord 3 നോക്കിയാലോ. Nord 3 റാപ്പിഡ് ടച്ച് ഉണ്ടോ, 3 2 1 ഗോ. ഓ പെർഫെക്റ്റ്. വൺസ് അഗൈൻ 3 2 1 ഗോ. ആണോ, പെർഫെക്റ്റ് ആണ്. ഇനി നമ്മുടെ OnePlus Nord C3 നോക്കാം. ജസ്റ്റ് റാപ്പിഡ് ടച്ച് ആണോ, 3 2 1 ഗോ. ഓ പെർഫെക്റ്റ്. വൺസ് അഗൈൻ 3 2 1 ഗോ. നോ ഇഷ്യൂസ്. ആൻഡ് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ OnePlus Nord C3 ആണ്. കണ്ടോ, പക്ക ഫാസ്റ്റ്. ഇനി OnePlus Nord 3 നോ ഇഷ്യൂസ്. Nord C3 Nord 3യും ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ പക്ക. നോക്കിയാലോ, രണ്ടും നമ്മുടെ ഓക്സിജൻ വോയിസ് ആണ് വരുന്നത്. അത്യാവശ്യം രണ്ടും ഫാസ്റ്റ്, റെസ്പോൺസീവ് ആൻഡ് ഫ്ലൂയിഡിക് ആണ്. ആൻഡ് ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല, പക്ക നീറ്റ് ആണ്. രണ്ടിന്റെ UI പക്ക നീറ്റ് ആണ്. ഓക്കെ, ഇഷ്യൂസ് ഒന്നും പറയാനില്ല. പിന്നെ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. സ്മാർട്ട് സൈഡ് ബാർ, അസിസ്റ്റീവ് ടച്ച്, ജസ്റ്റർ ഫീച്ചേഴ്സ്, ക്വിക്ക് ലോഞ്ച്, അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, സോ UI വൈസ് ഇറ്റ്സ് ആൻ യെസ് ഫ്രം മീ. നെക്സ്റ്റ് നമ്മൾ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കിയാലോ. രണ്ടിനും 5000 mAh ബാറ്ററി, രണ്ടിനും 80 watt ചാർജിങ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലെ ഡിഫറൻസ് എന്താണ്? സോ IP54 സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസ്റ്റിന്റെ വരുന്നത് നമ്മുടെ OnePlus Nord 3. പിന്നെ ഡിസ്പ്ലേ പറഞ്ഞവരുണ്ടല്ലോ, ആ ഒരു ഫുൾ HD പ്ലസ് ഉള്ള കാരണം അതിന്റെ ഒരു എക്സ്ട്രാ ഒരു ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ഒബ്വിയസ്ലി ഒരു ക്ലിയർ വിൻ നമുക്ക് OnePlus Nord 3 കൊടുക്കാം. നെക്സ്റ്റ് പെർഫോമൻസിൽ ഒരു ക്ലിയർ വിൻ നമ്മുടെ OnePlus Nord 3, കാരണം Dimensity 9000 ഒരു 4 nanometer ആണ്. 10 lakh അടുത്ത് അടുത്ത് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ അത്യാവശ്യം ഗെയിമിങ്ങിന് കുറച്ച് മുൻഗണന കൊടുക്കുന്നവരാണ് ഇതെടുക്കാം. പക്ഷെ നിങ്ങൾ അത്ര ഒരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് IQ Neo 7 Pro എടുക്കാവുന്നതാണ് ഗെയിമിംഗ് സെൻട്രിക് ആൾക്കാരാണെങ്കിൽ.
ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഏതാണ് കുറച്ചുകൂടി വാല്യൂഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയ ഡിവൈസ് വെച്ചാൽ ഒബ്വിയസ്ലി the OnePlus Nord CP fridge. So guys, that's it for today. Signing off. It's for Mania.